പിന്നിലൂടെ മടങ്ങിപ്പോകുന്ന സൈന്യം സംഘടിച്ചുകൊണ്ട് ജബലുർ റുമാത്തിന്റെ ഭാഗത്തുകൂടെ പിൻഭാഗത്തുകൂടെ അകത്തേക്ക് കടന്നു വന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള സൈന്യം യുദ്ധം കഴിഞ്ഞു എന്ന് വിചാരിച്ചു നിൽക്കുകയാണ്. കുറെ ആളുകൾ വിശ്രമിക്കുകയാണ്, കുറെ ആളുകൾ മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ്, കുറെ ആളുകൾ യുദ്ധാനന്തര സ്വത്ത് സമാഹരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് അപ്രതീക്ഷിതമായി സൈന്യം വന്ന് കയറുന്നത്. ഫഖദ് ഖതലുൽ യമാൻ, ഹുദൈഫത്ത് ബിനുൽ യമാൻ തങ്ങളുടെ പിതാവാകുന്ന യമാനിനെ കൊന്നുകളഞ്ഞു. ഇതിലാരാണ് ശത്രുമിത്രമെന്ന് തിരിയാത്ത വിധം ഇടയിലേക്ക് എതിരാളികൾ കയറിപ്പോയി. وفقدوا اتصالهم بالرسول, ഹബീബാകുന്ന നേതാവിന്റെ പൊസിഷൻ എവിടെയാണെന്നറിയാതെ ഹബീബുമായി ബന്ധപ്പെട്ട് മെസ്സേജ് സ്വീകരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ നഷ്ടപ്പെട്ടു പോയി. وصار المشركون يقتلون كل من يلقونه من المسلمين, കിട്ടിയ മുസ്ലിമീങ്ങളെ മുഴുവനും അവര് വെട്ടിനിരത്താൻ തുടങ്ങി. വസ്തഖാഉൽ ഖുലൂസ ഖരീബൻ മിനൻ നബി, ലോക നേതാവിന്റെ അടുക്കലേക്ക് അവരടുക്കാനായി. ഫറമൗഹു ബിഹജരിൻ, ഹബീബായ നബി തങ്ങളെ അവര് കല്ലെടുത്തെറിഞ്ഞു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്കിന് പരിക്കുപറ്റി, അവിടുത്തെ പല്ലിന് മുറിവ് പറ്റി. ഹബീബിന്റെ മുഖത്ത് ഫാസ്തലഹു വതഫജ്ജറ അദ്ദമു മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, കല്ല് വന്ന് വീണിട്ട് മൂക്കിന് പരിക്ക് പറ്റി, മുഖത്തിന് മുറിവ് പറ്റി. അവിടുത്തെ പല്ല് അതാ ഷഹീദായി മുഖത്ത് നിന്ന് രക്തമൊലിക്കാൻ തുടങ്ങി. കൈഫ യഫ്ലഹു ഖൗമുൻ ശജ്ജൂ നബിയഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിക്കേൽപ്പിച്ച് പല്ല് ഷഹീദാക്കിയ ആളുകൾ അവരെ രക്ഷപ്പെടുമോ? ليس لك من الأمر شيء أو يتوب عليهم أو يعذبهم فإنهم ظالمون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിച്ചവർക്കെതിരെയുള്ള ഖഡ്ഗം പോലെയുള്ള ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് പരിക്ക് പറ്റിയിട്ട് പല്ല് ഷഹീദായി. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, ഒരു സ്വലാത്ത് മദീനയിലേക്ക് ഇപ്പൊ ചെല്ലാമല്ലോ. ഹബീബ് നമ്മുടെ കയ്യിൽ ഈ ദീന് തരാനാണ് കഷ്ടപ്പെട്ടത്, അവിടുത്തെ പല്ല് ഷഹീദായത്. അതുകൊണ്ടൊരു സ്വലാത്ത് നമുക്ക് ചൊല്ലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا خير خلق الله. حبيب صلى الله عليه وسلم إنك أديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل الله حق جهاده. പോലെ അധ്വാനിച്ചിട്ട് ഞങ്ങളുടെ കയ്യിലേക്ക് മതം തന്ന നബിയേ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയതിൽ
വിട്ടുവീഴ്ചയ്ക്ക് ശുപാർശ ചെയ്യണം നബിയേ. മുഅ്മിനീങ്ങളെ, ഹബീബ് സഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഹബീബ് കുഴഞ്ഞുപോയിട്ട് കയറാൻ കഴിയുന്നില്ല, ക്ഷീണിച്ചുപോയി. ഉഹദ് മലയുടെ ഒരു ചെരുവിൽ നിന്ന് ഒരു പാറയുടെ മേലേക്ക് കാലെടുത്തു വെച്ച് ഉയർന്ന സ്ഥലത്തേക്ക് കയറിന്ന് വേണ്ടത് ചെയ്യാൻ നോക്കുമ്പോ ഹബീബ് കുഴഞ്ഞുപോയി. ഉടനെ തൽഹത്ത് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് വീഴല്ലേ നബിയേ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ താങ്ങിക്കൊടുക്കുന്നു. ഹബീബിനെ ഏറ്റെടുത്ത് മെല്ലെ ഇരിക്കേണ്ട സ്ഥലത്തേക്ക് ആക്കിക്കൊടുത്തു. ഹബീബ് അവിടെ ഇരുന്ന് രംഗം വീക്ഷിക്കുകയാണ്. തൽഹത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വിളിക്കൂ തൽഹത്തെ, നമ്മുടെ സ്വഹാബികളെ വിളിക്കൂ, എല്ലാവരും വരട്ടെ. തൽഹത്ത് റളിയല്ലാഹു അൻഹു നല്ല ശബ്ദത്തിലങ്ങ് വിളിച്ചു, എല്ലാവരും വരൂ, ഹബീബ് ഇവിടെയുണ്ട്, റസൂലുള്ളാഹി ഇവിടെയുണ്ട്. സ്വഹാബത്ത് കേട്ടവരൊക്കെ വരാൻ തുടങ്ങി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൽഹത്തിന്റെ ശബ്ദമാണ് ഉഹദ് യുദ്ധത്തിൽ വലിയ പോരാട്ടത്തെക്കാൾ ഫലം ചെയ്തത്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞതായി ഇബ്നു അസാകിർ രേഖപ്പെടുത്തുന്നു. ഉഹദ് ദിനമെന്ന് പറഞ്ഞാൽ യൗമു തൽഹ, അത് തൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ദിവസമാണ്. അതിന്റെ ഇടയിലാണ് അതാ ഇബ്നു ഖുംആ എന്ന് പറയുന്നയാൾ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്ത് കളഞ്ഞു. മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ചെറിയ ശാരീരിക സാദൃശ്യമുണ്ട്. ഈ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെറിയ ശാരീരിക സാദൃശ്യമുള്ള മിസ്അബ് ബിൻ ഉമൈർ തങ്ങളെ കൊന്നു കളഞ്ഞിട്ട് അയാള് വിളിച്ചു പറഞ്ഞു, ഖദ് ഖതൽതു മുഹമ്മദാ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നു എന്ന് പ്രചരിപ്പിച്ചു. വശാഅ അന്ന മുഹമ്മദൻ ഖദ് ഖുതില ഫതഫറഖൽ മുസ്ലിമൂൻ ودخل بعضهم المدينة وانطلقت طائفة منهم فوق الجبل واختلطت على الصحابة أحوالهم. മഹാന്മാരായ സ്വഹാബികൾ നബിതങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോഴേക്ക് നിലതെറ്റിപ്പോയി. ഞങ്ങളുടെ ചാട്ടം കൊണ്ട് ഹബീബിനെ ഞങ്ങൾക്ക് നഷ്ടമായോ എന്ന സങ്കടത്തോടെ ഒരു വറ്റം മദീനത്തേക്ക്, ഒരു വറ്റം അവിടെ കൊഴിഞ്ഞു മാറിയിരിക്കാൻ തുടങ്ങി. കുറച്ചാളുകൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുണ്ട്. കുറച്ച് സ്വഹാബികൾ ഹബീബിനെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഹബീബിനൊന്നും സംഭവിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ഇത് തുസ്ഇദൂന വലാ തലൂന അലാ അഹദിൻ والرسول يدعوكم في أخراكم فأثابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما صابكم والله خبير بما تعملون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല, ഹബീബ് ജീവിച്ചിരിക്കുകയാണ് എന്ന് പരസ്യമായി പറയാൻ ആദ്യമായി അറിഞ്ഞാളാരാണ്? കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. فأمره النبي
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സുകൂതി. ഇവര് ഹബീബ് കൊല ചെയ്യപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കുമ്പോ ശത്രുക്കളുടെ നടുവിൽ ഒരു ഭാഗത്ത് ഹബീബുണ്ട്. പരിക്ക് പറ്റിയിട്ടില്ലെന്ന് ആദ്യം അറിയുന്നത് കഅബ് ബിൻ മാലിക് തങ്ങളാണ്. കഅബ് ബിൻ മാലിക് തങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ മിണ്ടല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒതുക്കി നിർത്തിയിട്ടാണ് ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകുമ്പോൾ തൽഹത്ത് റളിയല്ലാഹു അൻഹു താങ്ങിക്കൊടുത്തു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മുമ്പിലെത്തി. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി തങ്ങൾ ചാരത്ത് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ നബി അല്ലാഹ് ബിഅബീ അൻത യാ ഹബീബല്ലാഹ്. ഓ എന്റെ വാപ്പതങ്ങൾക്ക് ദണ്ഡമാണ് നബിയേ. നഹരീ ദൂന നഹരിക്. വരുന്നതല്ല എന്റെ നെഞ്ചത്തോട്ട് വന്നോട്ടെ, തങ്ങൾക്കൊരു പരിക്കും പറ്റില്ല ഹബീബേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബികൾ അവിടെ ഇളകാതെ നിന്നുകൊണ്ട് വിരിമാറ് കാണിക്കുകയാണ്. ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ രംഗം ഞാൻ പലതവണയും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ഒരമ്പ് വരുമ്പോ തടുക്കാൻ പരിചയില്ല, കൈയുയർത്താൻ നേരമില്ല. ഖത്താദ റളിയല്ലാഹു അൻഹു മുഖമങ്ങ് ഉയർത്തി കാണിച്ചപ്പോൾ അമ്പ് വന്നിട്ട് കണ്ണിൽ തറച്ചിട്ട് കണ്ണ് തെറിച്ച് കയ്യിൽ വന്നു. فأسرع قتادة إلى رسول الله صلى الله عليه وسلم وعينه في كفه. കയ്യിൽ വീണ കണ്ണും കൊണ്ട് ഖത്താദ തങ്ങൾ നബി തങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാണ്. പൊട്ടിക്കരഞ്ഞ് നബി തങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ ഇന്ന ഖത്താദത ഖദ് ഔജഹ നബിയക ബിഐനിഹി ഫജ്അൽ ഐനഹു വഹദ്ദഹുമാ നദറാ. ആ കണ്ണെടുത്ത് പൂർവ്വസ്ഥാനത്ത് വെച്ചു കൊടുത്തു. സഅദ് ബിൻ നദർ തങ്ങൾ ശരീരം മുഴുവനും പണയം വെച്ചു. ഒരു സഹാബി തിരിഞ്ഞു നിന്നിട്ട് അമ്പ് മുഴുവനും മുതുകത്ത് ഏറ്റെടുത്തു. വേറൊരു സഹാബി തിരിഞ്ഞു നിന്നിട്ട് അമ്പ് മുഴുവനും നെഞ്ചത്ത് ഏറ്റെടുത്തു.